പിടിക്കപ്പെട്ട കർക്കറാത്തീസ് അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടു. 3 ദിവസങ്ങൾക്ക് ശേഷം ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് കർക്കറാത്തീസിനെ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ എത്തിയ കർക്കറാത്തീസിൻ്റെ ജോലി തൻ്റെ യജമാനന്മാരുടെ കാലികളെ മേയ്ക്കുക എന്നതാണ്. അവയെ തീറ്റിപ്പോറ്റി കറന്നെടുക്കുന്ന പാലുകൾ യജമാനന്മാരെ കുടിപ്പിക്കുക. കാലങ്ങളോളം കർക്കറാത്തീസ് ഈ സേവനം ചെയ്യുന്നുണ്ട്. അറേബ്യൻ സമൂഹമായതുകൊണ്ട് അവരിൽ നിന്ന് അറബ് ഭാഷയും കർക്കറാത്തീസ് പഠിക്കുന്നുണ്ട്. സുബഹിൻ്റെ സമയത്താണ് കർക്കറാത്തീസ് പിടിക്കപ്പെട്ടത് എന്നതുകൊണ്ട് സ്വബീഹ് എന്ന നാമകരണവും അവിടത്തേക്ക് നൽകപ്പെടുന്നുണ്ട്. അങ്ങനെ പഴയ കർക്കറാത്തീസ് ഇപ്പോൾ സ്വബീഹായി അവർക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പുറം നാടുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വഴിയെ കടന്നു പോകുമ്പോൾ മാത്രമാണ് പുറം ലോകത്ത് നിന്നുള്ള വർത്തമാനങ്ങൾ സ്വബീഹിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ കൂടെ സേവകരായിട്ട് 2-3 ആളുകളും കൂടെയുണ്ട്. അവർ യാത്രക്കാരാണ്. സ്വബീഹ് ആടിനെ മേച്ചുകൊണ്ട് നടക്കുമ്പോൾ, കാലികളെ മേച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ വഴിയിലൂടെ കടന്നു പോകുന്നു. അവരെ കണ്ടപ്പോൾ സ്വബീഹ് അവരോട് വർത്തമാനം പറയാൻ ചെന്നു. സംസാരത്തിനിടയിൽ അവർ അറേബ്യൻ നാട്ടുകാരാണ് എന്ന് മനസ്സിലായി. സ്വബീഹ് സയ്യിദ് ബിൻ അംർ എന്ന് പറയുന്ന ആ മനുഷ്യനോട് വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്വേഷണ ജീവിതത്തിൻ്റെ ചുരുളഴിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അറേബ്യൻ നാട്ടുകാരനാണ്, മക്ക ദേശക്കാരനാണ്. അവിടെ ഞങ്ങളുടെ സമൂഹം ബിംബങ്ങൾ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. ഒരു ദിവസം ഒരു വിഗ്രഹത്തിൻ്റെ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങളൊക്കെ അതിൽ ആവേശഭരിതരാണ്. ആ സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരാകുന്ന വറഖത്ത് ബിൻ നൗഫലും ഉബൈദുല്ലാഹി ബിൻ ജഹ്ഷും ഉസ്മാൻ ബിൻ ഹുവൈരിസും വളരെ സങ്കടത്തിലാണ്. ഇത് നമ്മുടെ പൂർവികന്മാരുടെ പാതയല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ ആ അടിവേരുകൾ കണ്ടെത്താൻ ഞങ്ങൾക്കിതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെടണം. ലോകത്തിൻ്റെ വിവിധങ്ങളായ ദിക്കുകളിലേക്ക് സഞ്ചരിക്കണം. എന്നിട്ട് ഇബ്രാഹിമിയ മില്ലത്തിൻ്റെ അടിവേരുകൾ കണ്ടെത്തണം. എന്നിട്ട് ആ വിശ്വാസത്തിൽ, ഏക ദൈവ വിശ്വാസത്തിൽ നമ്മുടെ വിശ്വാസങ്ങളെ ചേർത്ത് വെക്കണം. ഈ ഒരു തീർച്ചയോടുകൂടെ നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെടാൻ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ഉബൈദുല്ലാഹി ബിൻ ജഹ്ഷ് യാത്രക്കൊന്നും തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ ആ സംശയങ്ങളും കാര്യങ്ങളുമൊക്കെയായി നാട്ടിൽ തന്നെ കഴിച്ചുകൂടാൻ തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം ഉണ്ടാകുന്നുണ്ട്. നബി തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസികൾക്കെതിരെ ശത്രുക്കളുടെ കടുത്ത പീഡനങ്ങൾ കാരണമായിട്ട് എല്ലാവരും എത്യോപ്യയിലേക്ക് ഹിജ്റ പോകുന്ന, നാടുവിടുന്ന സന്ദർഭത്തിൽ അദ്ദേഹവും എത്യോപ്യയിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ആ ഇസ്ലാമിക സരണിയിലൂടെയുള്ള ജീവിതത്തെ അടിച്ചുപൊളിച്ച് മദ്യപിച്ച് ജീവിക്കാനുള്ള അവസരമില്ലാത്ത ഒരു തലത്തിൽ നിന്ന് ജീവിക്കാൻ മുറുമുറുപ്പോടെ ഉബൈദുല്ലാഹി ബിൻ ജഹ്ഷ് പിന്നീട് ഇസ്ലാം വിട്ടയച്ച് ഈ ലോകത്തോടെ യാത്രയാകുന്നുണ്ട്. പിന്നീട് വറഖത്ത് ബിൻ നൗഫലും ഉസ്മാൻ ബിൻ ഹുവൈരിസും സയ്യിദ് ബിൻ അംറും അവർ യാത്ര പോവുകയാണ്. ആ യാത്രക്കിടയിലെ വറഖത്ത് ബിൻ നൗഫൽ ക്രിസ്തീയ മതത്തിൽ വലിയ അവഗാഹം നേടി തിരിച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങുന്നുണ്ട്. ഉസ്മാൻ ബിൻ ഹുവൈരിസ് ക്രിസ്തീയ മതത്തിൽ അവഗാഹം നേടി റോം ചക്രവർത്തിയുടെ സന്നിധാനത്ത് ചെന്ന് ആ ചക്രവർത്തിയുടെ സേവകനായി അവിടെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലൊക്കെയായി ജീവിക്കുന്നുണ്ട്. പക്ഷേ സയ്യിദ് ബിൻ അംറിന് അപ്പോഴും താൻ തേടി നടക്കുന്നത് കണ്ടെത്താൻ കഴിയുന്നില്ല. ക്രിസ്തീയ മതത്തിലും ജൂതമതത്തിലുമൊക്കെ ഒരുപാട് മാറ്റത്തിരുത്തുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താൻ തേടി നടക്കുന്ന ഏകദൈവ വിശ്വാസം ഇവിടെയൊന്നും കാണുന്നില്ല എന്ന അന്വേഷണത്തിൽ പിന്നീട് മെസൊപ്പൊട്ടാമിയ മുഴുവൻ അദ്ദേഹം കറങ്ങുന്നുണ്ട്. ഷാമിലും അദ്ദേഹം ചുറ്റിത്തിരിയുന്നുണ്ട്. അവസാനം ബൽഖയിലേക്ക് എത്തുന്നുണ്ട്. ബൽഖയിലെത്തിയ സമയത്ത് അവിടെ നിന്ന് ഒരു ക്രിസ്തീയ പുരോഹിതൻ സയ്യിദ് ബിൻ അംറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന് ഈ ലോകത്ത് കാണാൻ ലഭിക്കാത്ത ഒരു യാഥാർത്ഥ്യത്തെയാണ് തേടി നടക്കുന്നത്. എന്നാൽ ഇന്ന് ഉദയം ചെയ്യാനിരിക്കുന്ന
ഈ കാലഘട്ടത്തിൽ ഉദയം ചെയ്യാനിരിക്കുന്ന ഒരു പ്രവാചകരുണ്ട്. മുൻകാല വേദഗ്രന്ഥങ്ങളിലൂടെ സുവ്യക്തമായി പരിചയപ്പെടുത്തിയ ആ പ്രവാചകരുടെ ആഗമന സമയം ആയിട്ടുണ്ട്. ആ പ്രവാചകർ കടന്നു വരുന്നത് നിങ്ങളുടെ നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒളിയെ സ്വീകരിക്കാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ് വേണ്ടത് എന്ന് ബൽഖയിൽ വെച്ച് ആ ക്രിസ്തീയ പുരോഹിതൻ ഉപദേശിക്കുകയാണ്. ആ ഉപദേശം കേട്ടപ്പോൾ സെയ്ദ് ബിൻ അംർ എത്രയും പെട്ടെന്ന് തൻ്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ആ മടക്ക യാത്രയാണ് ഇപ്പോൾ സ്വബീഹിൻ്റെ നാട്ടിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെയാണ് സ്വബീഹുമായിട്ട് കണ്ടുമുട്ടുന്നത്. അവരങ്ങനെ അവിടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ സമയം പോയത് അറിഞ്ഞില്ല. തങ്ങളുടെ ആടുകൾക്ക് എന്ത് പറ്റി, തങ്ങളുടെ കാലികൾക്ക് എന്ത് സംഭവിച്ചു, തങ്ങളുടെ അടിമയെയും കാണുന്നില്ലല്ലോ എന്ന് ബേജാറായി സങ്കടപ്പെട്ടിരിക്കുന്ന യജമാനന്മാരുടെ മുന്നിലേക്ക് അതിഥികളുമായിട്ട് സ്വബീഹ കടന്നു വരികയാണ്. അവർക്ക് വല്ലാത്ത ആവേശമായി. ഈ കടന്നു വരുന്ന സെയ്ദ് ബിൻ അംർ മക്കക്കാരനാണ് എന്ന് പറഞ്ഞാൽ ആനക്കലഹ സംഭവത്തിന് ശേഷം മക്കക്കാർക്ക് വലിയ സ്വീകാര്യതയാണ്. കാരണം അവര് കഅബാലയത്തിൻ്റെ പുണ്യഗേഹത്തിൻ്റെ പരിപാലകരാണ്, ആ നാട്ടുകാരാണ് എന്നതുകൊണ്ട് അവർ നിർഭയത്വത്തോടുകൂടി സഞ്ചരിക്കുന്ന കാലഘട്ടം. അവരെല്ലാവരും പരിഗണിക്കുന്ന, അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് ആ നാട്ടുകാരനായ ഒരു അതിഥിയുമായിട്ടാണ് തങ്ങളുടെ അടിമ വരുന്നത് എന്നതുകൊണ്ട് അവരൊക്കെ വല്ലാതെ സന്തോഷിച്ചു. അവർക്ക് ഊഷ്മളമായ സ്വീകരണം കൊടുത്തു, വേണ്ട പരിഗണനകളൊക്കെ കൊടുത്തു. അങ്ങനെ സ്വബീഹിനും ഈ സെയ്ദ് ബിൻ അംറിനോടുകൂടെ മക്കയിലേക്ക് മടങ്ങണമെന്ന് വല്ലാത്ത ആഗ്രഹം. കാരണം സ്വബീഹ് മക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള യാത്രക്കിടയിലാണ് പിടിക്കപ്പെടുന്നതും അടിമയായി വിൽക്കപ്പെടുന്നതും കാലങ്ങളായി ഇപ്പോൾ അടിമയായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇപ്പോഴിതാ വലിയൊരു അവസരം തൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു. താൻ അന്വേഷിച്ച് പോകാനിരുന്ന നാട്ടിൽ നിന്നുള്ള നാട്ടുകാർ ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹം അന്വേഷിച്ച് പോകുന്നതും താൻ അന്വേഷിച്ചു കൊണ്ടിരുന്നതായ ഒരു പ്രവാചകരിലേക്കാണ്. അതുകൊണ്ട് അദ്ദേഹത്തോടു കൂടെ മക്കയിലേക്ക് പോകണം. എങ്ങനെയാണ് പോകാൻ കഴിയുക? താനിപ്പോൾ അടിമയാണ്, എന്തുണ്ട് മാർഗം എന്ന് ചിന്തിക്കുന്ന സ്വബീഹിൻ്റെ മുന്നിൽ വലിയ ഒരു ചിത്രം തെളിയുന്നുണ്ട്. സ്വബീഹ അതിനു വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. തുടർന്ന് നമുക്ക് പറയാം.